ത്തെ രണ്ട് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളാണ് മുത്തങ്ങയും തോൽപ്പെട്ടിയും. വനയാത്ര ഇഷ്ടപ്പെടുന്നവരും പ്രകൃതി സ്നേഹികളും തീർച്ചയായും ഈ പ്രദേശങ്ങൾ കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന മുത്തങ്ങ നീലഗിരി വനപ്രദേശത്തിന്റെ ഭാഗമാണ്. ഉഷ്ണമേഖല മഴക്കാടുകളുടെ ഗണത്തിൽപ്പെട്ട ഈ വനമേഖല രണ്ട് വന്യജീവി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കർണാടകയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കും തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി കേന്ദ്രവും. മുത്തങ്ങ വന്യജീവി സങ്കേതം പ്രധാനപ്പെട്ട ആന വളർത്തു കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വയനാടിന്റെ വടക്കു ഭാഗത്ത് കർണാടകത്തിന്റെ കുടക് മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന തോൽപ്പെട്ടിയിലേക്ക് മാനന്തവാടിയിൽ നിന്നും 24 കിലോമീറ്ററോളം ദൂരം വരും. ഒരുപാട് ജലസ്രോതസ്സുകളുടെ ഉറവിടമായ ഈ വനമേഖലകളിൽ കടുവകൾ, ഹനുമാൻ കുരങ്ങുകൾ, പുലി, വിവിധതരം മാനുകൾ, മയിലുകൾ തുടങ്ങി ഒട്ടേറെ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. ഈ രണ്ട് വന്യജീവി സങ്കേതങ്ങൾക്കുള്ളിലൂടെ കിലോമീറ്ററുകളോളം വാഹനങ്ങൾ സഞ്ചരിച്ച് നമുക്ക് വന്യജീവികളെ കാണാനും അടുത്തറിയാനും വനത്തെക്കുറിച്ച് പഠിക്കാനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. നവംബർ മുതൽ മെയ് വരെയുള്ള കാലങ്ങളിലാണ് ഇവിടെ സന്ദർശനത്തിന് ഏറ്റവും അനുയോജ്യം. ഈ വനമേഖലകൾ വയനാടിന്റെ തനതായ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വലിയൊരു പങ്കാണ് വഹിച്ചിട്ടുള്ളത്. ഈ നാട്ടിലെ ആദിവാസികളിൽ ഏറിയ പങ്കും വനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ആധുനിക ലോകത്തിന്റെ കാപട്യമില്ലാത്ത ഇവരുടെ ജീവിത രീതിയും പാരമ്പര്യ കലകളും നമ്മിൽ വിസ്മയം ജനിപ്പിക്കും. പവർ കൊണ്ടാക്കും ഈ വയനാട് ജില്ലയെ ഫുള്ളായിട്ടും പോയി വടക്കേ വയനാടും തെക്കേ വയനാടും ആടെ വരെയും നാങ്ക പോയി അടിവാരം വരെ പള്ളിക്കുന്ന് ലൂർദ് മാതാ ദേവാലയമാണിത്. 1905 വയനാട്ടിലെത്തിയ ഫ്രഞ്ച് മിഷണറി ഫാദർ ജെഫ്രിനോ സ്ഥാപിച്ചതാണ് ഈ ക്രിസ്ത്യൻ ചർച്ച്.
കേരവൃക്ഷങ്ങൾ സാക്ഷി നിൽക്കുന്ന, പഴമയുടെ പെരുമ നിലനിർത്തുന്ന ഈ ദേവാലയം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകം കൂടിയാണ്. നാനാജാതി മതസ്ഥരായ അനേകം ആളുകൾ ലൂർദ് മാതാവിന്റെ അനുഗ്രഹാശിസ്സുകൾ തേടി ഇവിടെ എത്താറുണ്ട്. വൈവിധ്യമാർന്ന ആചാരാനുഷ്ഠാനങ്ങളും നേർച്ച കാഴ്ചകളും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. ഫെബ്രുവരി മാസത്തിലാണ് മലബാറിന്റെ ദേശീയോത്സവം എന്നറിയപ്പെടുന്ന തിരുനാൾ കൊണ്ടാടാറുള്ളത്. ഫ്രാൻസിലെ ലൂർദിൽ ലൂർദ് മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന അതേ ദിവസം തന്നെയാണ് ഗജവീരന്മാരും വാദ്യമേളങ്ങളും അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ആഘോഷമാണ് ഇവിടെയും നടക്കാറുള്ളത്. ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുള്ള കോറോം മസ്ജിദ്. പഴമയുടെ ഗാംഭീര്യം പേറി കോറോം എന്ന സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന ഈ മസ്ജിദ് പരമ്പരാഗത കേരളീയ മാതൃകയിൽ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. പഴയകാലത്തെ ശില്പികളുടെ കരവിരുത് നമുക്ക് ഈ മസ്ജിദിൽ ദർശിക്കാം. പള്ളിക്കകത്തുള്ള മിമ്പർ എന്ന് വിളിക്കുന്ന ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒറ്റത്തടിയിലാണ്. ഈ മസ്ജിദിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ഇതിന് നിറം നൽകാൻ ഇലച്ചായമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഒരു പോറലോ മങ്ങലോ സംഭവിച്ചിട്ടില്ല എന്നത് പൂർവികരുടെ കരവിരുത് മഹത്തരമാണെന്നതിന് ഉത്തമ ഉദാഹരണമാണ്. തലമുറകൾ കൈമാറി വരുമ്പോൾ കോൺക്രീറ്റ് ഒരു ഭാഗം കൈയടക്കിയിട്ടുണ്ടെങ്കിലും പഴമ എന്നും മുൻപന്തിയിൽ തന്നെയാണ്. ഇവിടെ നടക്കുന്ന വാർഷിക ഉറൂസിൽ നാനാജാതി മതസ്ഥർ പങ്കെടുക്കാറുണ്ട്. ഈ മസ്ജിദിന് കുറച്ചകലെയായി പഴക്കമേറിയ മറ്റൊരു മസ്ജിദ് കൂടിയുണ്ട്. മതസൗഹാർദ്ദത്തിന്റെ വിളഭൂമിയായ വയനാട്ടിൽ അതിന്റെ ഉത്തമ മാതൃകയാണ് നമുക്ക് ഈ മസ്ജിദ് ചൂണ്ടിക്കാണിച്ചു തരുന്നത്. കോറോം പള്ളി നിർമ്മിച്ചു കൊടുത്തത് പ്രദേശത്തെ നായർ പ്രമുഖനാണെന്ന് പറയപ്പെടുന്നു. ബത്തേരി ജൈന ക്ഷേത്രം. ഇത് സുൽത്താൻ ബത്തേരി ടൗണിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. 13ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതുന്ന ഈ ക്ഷേത്രവും കേരളത്തിലെ മറ്റു ജൈന ക്ഷേത്രങ്ങളുടെ ഭാഗം തന്നെയാണ്. കൊത്തുപണികളാൽ ജീവസുറ്റ ഈ ക്ഷേത്രം പ്രദേശത്ത് ശക്തമായ ജൈന സാന്നിധ്യമുണ്ടായിരുന്നു എന്നതിന് അടിത്തറ പാകുന്നു. പിൽക്കാലത്ത് ടിപ്പുവിന്റെ പട്ടാളക്കാരുടെ ആയുധപുരയായി പ്രവർത്തിച്ചിട്ടുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഗവേഷണത്തിനും സന്ദർശനത്തിനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്താറുണ്ട്. ശില്പികളുടെ കരവിരുതിനാൽ സമ്പന്നമായ ഇതിന്റെ ഭിത്തികളും കൽത്തൂണുകളും ശില്പങ്ങളും മറ്റും വിലമതിക്കാനാകാത്ത പൈതൃക സ്വത്താണ്. നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ ഈ പൗരാണിക ക്ഷേത്രം വരും തലമുറയ്ക്കായി നമുക്ക് സൂക്ഷിച്ചു വെക്കാം, ഒരു പോറലുമേൽക്കാതെ. സൺറൈസ് വാലി പേര് സൂചിപ്പിക്കും പോലെ തന്നെ മലനിരകൾക്കിടയിലൂടെയുള്ള ഉദയാസ്തമയ കാഴ്ച വളരെ ചേതോഹരമാണ്. നിരനിരയായി പരന്നുകിടക്കുന്ന മലകളും നീലത്താഴ്വരകളും അത്യഗാധമായ കൊക്കയും ഇവിടുത്തെ പ്രത്യേകതയാണ്. ഈ നിത്യഹരിത വനഭൂമിയിൽ നിന്നാണ് പ്രശസ്തമായ ചാലിയാർ പുഴയുടെ ഉത്ഭവം. ഈ പടിഞ്ഞാറൻ മലനിരകൾ വയനാടിനെ കേരളത്തിന്റെ മറ്റു പ്രദേശങ്ങളുമായി വേർതിരിക്കുന്നു. ഈ മലനിരകൾ കടന്ന്
ചുരുക്കം ചില സഞ്ചാരികൾ വയനാട്ടിലേക്ക് എത്താറുണ്ട്. മലനിരകൾ ഉയർത്തുന്ന പ്രതിബന്ധങ്ങളും അത് നൽകുന്ന ഒറ്റപ്പെടലും തനതായ ഒരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ വയനാടിനെ സഹായിച്ചിട്ടുണ്ട്. സാഹസികരായ സഞ്ചാരികൾക്ക് മാത്രം എത്തിപ്പെടാൻ കഴിയുന്ന അമ്പലവയലിനടുത്തുള്ള കടുവാക്കുഴി വലിയ പാറകൾക്കിടയിലൂടെ കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം ഇറങ്ങിപ്പോകാവുന്ന ഇതിന്റെ ഇരുൾ മൂടിയ അടിഭാഗത്തായി ഒരു ചെറിയ തടാകമുണ്ട്. ഈ കടുവാക്കുഴി സ്ഥിതി ചെയ്യുന്ന മലയ്ക്ക് മുകളിൽ നിന്ന് ചുറ്റുപാടുമൊന്ന് വീക്ഷിച്ചാൽ ചെമ്പ്ര പീക്ക്, കാരാപ്പുഴ തുടങ്ങി വയനാടിന്റെ ഭൂപ്രകൃതിയുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണാം. നാം ഇതുവരെ കണ്ട ചിത്രം വയനാടിന്റെ പൂർണ്ണതയല്ല. ദൃശ്യങ്ങളിലൂടെയോ വാക്കുകളിലൂടെയോ വയനാടിന്റെ മനോഹാരിത പ്രതിഫലിപ്പിക്കാനാവില്ല. സാഹസികതയും ചരിത്രവും സൗന്ദര്യവും നേരിൽ അനുഭവിക്കാനും അറിയാനും ആസ്വദിക്കാനും വരിക. വയനാട് വിളിക്കും.